എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പാലക്കും മുട്ടയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ? ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ എന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇത് ഇപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് ചേർക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ 1.25 കപ്പ് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് ഉണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ 1.25 കപ്പ് നിറയെ പാലക്ക അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 3 മിനിറ്റാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 2 മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പും 2 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഈ പാലക്കെല്ലാം സൈഡിലേക്കൊന്ന് ഒതുക്കി വയ്ക്കാം. അതിനുശേഷം ഈ മുട്ടയുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കി വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട മാത്രമായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മുട്ട ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ഇതിലേക്ക് തേങ്ങ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഈ പാലക്കും മുട്ടയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ മണമൊന്നും തീരെ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചിക്കി വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചിക്കി വറുത്ത് തന്നെ എടുക്കണം കേട്ടോ. പാലക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്